യേശു ഇന്നലെയും ഇന്നും എന്നും അനന്യൻ തന്നെ. അവന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴൽ പോലുമില്ല. യേശുവും അവൻ്റെ സുവിശേഷവും എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു ഭാഗമാക്കിയാണ് നമ്മൾ ഓരോരുത്തരും. എങ്ങനെയാണത് സംഭവിക്കുന്നത്? വചനത്തിൽ ദാമ്പത്യത്തിന് വളരെയധികം മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അതിനാൽ തന്നെ യൗവനക്കാരായിട്ടുള്ള മക്കളോട് തീർച്ചയായിട്ടും ഒരു സഹോദരി, അമ്മ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന വഴക്കും ബഹളവും കണ്ട് നിങ്ങളൊരിക്കലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കരുത്. ധൈര്യത്തോടു കൂടി മുമ്പിലേക്ക് കാൽവച്ച് യേശുവിനെ മുൻനിർത്തിക്കൊണ്ടും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ നടുവിൽ നിർത്തിക്കൊണ്ടും ഐശ്വര്യമായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാൻ നിങ്ങൾ തുടങ്ങണം.